ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ എമ്പുരാന്റെ കാത്തിരിപ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ 50 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ വന്നിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു 40 ദിവസം ഉണ്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആ മഹാവിസ്മയം കാണാൻ. അതിനു മുമ്പേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ലൂസിഫറിലൊക്കെ ഉണ്ടായത് നമുക്കറിയാം. ഒരു ക്യാരക്ടർ പോസ്റ്റർ റിവീൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി ലൂസിഫറിലുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് റിവീൽ ചെയ്യുന്ന പോലെ. സോ അതുപോലെ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു പോസ്റ്റർ അവർ ഇട്ടിരുന്നു. ഓരോ ദിവസവും 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് റിവീൽ ചെയ്യുക. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും തോന്നുന്നു. സോ 36 ക്യാരക്ടേഴ്സ് 18 ദിവസം എന്നാണ് പറയുന്നത്. സോ 36 ക്യാരക്ടേഴ്സിനെയാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. മേ ബി ഈ സിനിമയിലുള്ള ഒരു പ്രാധാന്യത്തിലുള്ള ഒരു 36 ക്യാരക്ടേഴ്സ് എമ്പുരാനിൽ. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ആകാംക്ഷ എന്താ വെച്ചാൽ, ഈ 36 നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന, അതായത് വേൾഡ് വൈഡുള്ള ആക്ടേഴ്സിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. സോ ഇവരൊക്കെ ഈ 36 ഉൾപ്പെടുമോ, അല്ലെങ്കിൽ അതൊന്നും ഒരു സർപ്രൈസ് ആയിട്ട് അദ്ദേഹം അത് മാറ്റി വെക്കുമോ, സിനിമ അത് തിയേറ്ററിൽ മാത്രം നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറ്റി വെക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് ലൂസിഫറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ലൂസിഫറിൽ എനിക്ക് തോന്നുന്നു 26 ക്യാരക്ടേഴ്സ് ആയിരുന്നു, എനിക്ക് ഉറപ്പില്ല, അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്തത്, സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അതായത് ഓൾറെഡി സിനിമയിലുള്ള എല്ലാ സർപ്രൈസ് ക്യാരക്ടേഴ്സിനെയും അദ്ദേഹം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് എമ്പുരാനിലും എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 36 ക്യാരക്ടേഴ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തമിഴിലെ സൂപ്പർ താരങ്ങളും കൊറിയയിലെ സൂപ്പർ താരങ്ങളും അവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിവീൽ ചെയ്യേണ്ടതല്ലേ, ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സയ്യിദ് മസൂദിനെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടല്ല, അതിൻ്റെ തലേ ദിവസം ലൂസിഫർ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് സയ്യിദ് മസൂദിൻ്റെ പോസ്റ്റർ റിലീവ് ചെയ്തതിൻ്റെ വിശ്വാസം കേട്ടോ. സോ അങ്ങനെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ 36 ഈ സിനിമയിലുള്ള എല്ലാ താരങ്ങളും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു എന്താ പറയുക, എനിക്ക് അതിൽ ഇപ്പോഴും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അത് ഞാൻ എൻ്റെ പേഴ്സണലി ഇനി ഒരു ട്രെയിലർ പോലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് വേണ്ടത് എന്തായിരുന്നു, അതിൻ്റെ ഒരു വലിപ്പം, ആ സിനിമയുടെ വലിപ്പം. എൻ്റെ മുന്നത്തെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയുടെ വലിപ്പമാണ് എനിക്കൊന്ന് ജസ്റ്റ് അറിയേണ്ടിരുന്നത്. അത് നമ്മൾ ടീസറിൽ മനസ്സിലാക്കി. ഇനി ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇനി തിയേറ്ററിൽ പോയിരുന്നത് ജസ്റ്റ് എക്സ്പീരിയൻസ് അത്. അപ്പം അതിൽ വരുന്ന ഓരോ ബോണസ് ആക്ടേഴ്സൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ടാണ് ഇവർ റിവീൽ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഈ സിനിമയ്ക്ക് ഇനി ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. ഒന്നും ഇനി ഇപ്പം ഈ ഡേ മുതൽ റിലീസിന് വരെ ഒന്നും ചെയ്തില്ലെങ്കിലും FDFS കളക്ഷനായുള്ള എല്ലാ കളക്ഷനും ഈ സിനിമയ്ക്ക് തന്നെ ആയിരിക്കും. പക്ഷേ അറിയില്ല, ഈ 36 ക്യാരക്ടേഴ്സ് റിവീലിൽ മേ ബി നമ്മൾ സർപ്രൈസ് ആയിട്ട് കാണുന്ന ആക്ടേഴ്സും ഉൾപ്പെടുത്തും എന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് തിയേറ്ററിൽ പോയിട്ട് അത് കാണാനാണ് താല്പര്യം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. സോ റിവീലിംഗ് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും. കാരണം ഇൻട്രോ സീനിൽ ആളുടെ കൂടെ ഷാജോന്റെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ ആണ് 36ാമത്തെ ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ റിവീൽ ചെയ്തത്. സോ ഇതെങ്ങനെയാ വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സും റിവീൽ ചെയ്യും. അവരെന്നിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നതാണ് ഈ ഒരു ക്യാരക്ടർ റിവീൽ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിനാണ് ചെയ്തത്. ഇനി 6 മണിക്ക് അടുത്ത ആളുണ്ട്. ഓക്കെ, 2 ആൾ വെച്ച് ഓരോ ദിവസം 18 ദിവസം അങ്ങനെയാണ്. സോ നമുക്കൊന്ന് ഇദ്ദേഹത്തിന് ഇന്ന് റിവീൽ ചെയ്ത ക്യാരക്ടർ പോസ്റ്റിൽ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് കണ്ടു. ഹായ്, നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷെ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി, ഞാനും ഷാജോണും ലാലേട്ടൻ റൈറ്റും ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാന്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യമാണ് അത്. എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും
കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആളുടെ ഉള്ളിൽ ആ സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ ഭാഗമായി പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ഞാനിങ്ങനെ നോക്കി മാറിയിരുന്ന് അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതി മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ആ ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ മുഖം കാണുന്ന പോലെ ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു മൂവ്മെന്റ് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും നല്ല അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഒരാളെ സംസാരിക്കുമ്പം സിനിമയെ പറ്റിയിട്ടും സിനിമയുടെ ഡയറക്ടറെ പറ്റിയിട്ടും, പക്ഷെ പൃഥ്വിരാജിനെ പറ്റി പറയുന്ന ഓരോ വാക്കുകളും നമുക്കറിയാം. ഇതൊന്നും ആരും ഇരുന്ന് തള്ളുന്ന കാര്യമല്ലാന്ന്. ഓക്കെ, സോ ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയോടുള്ള ആ ഓരോ ഷോട്ടിലും എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ. ലാലേട്ടനാണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹം പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട, അതാണ് ബെസ്റ്റ് എന്നുള്ള നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ലാലേട്ടൻ പോലും പറയുന്ന ഒരു കാര്യമാണ് ക്രൂവലായിട്ടുള്ള ഡയറക്ടർ പൃഥ്വിരാജ് എന്നത്. സോ ഹി നോ വാട്ട് ഹി വാണ്ട്സ്. കാരണം അത് നല്ലൊരു ധാരണ ഉള്ള ഒരാൾക്ക് അങ്ങനെ മതി അയാള്, മനസ്സിലായില്ലേ? അതായത് എനിക്ക് അദ്ദേഹത്തിന് അതിന്റെ പണി അറിയാം. സോ അദ്ദേഹം അത് ആ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തോന്ന് എല്ലാ ആക്ടേഴ്സിനും. ഇതിലെനിക്ക് ഞാൻ നോട്ട് ചെയ്ത ഒരൊറ്റ കാര്യം, നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് അറിയില്ല. ഇതിലെ ലൂസിഫറിന്റെ ഷോർട്ട് വേണ്ടി അദ്ദേഹം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ 666 എഴുതിയ കാറ് സ്ക്രീനിലേക്ക് വരുമ്പം ലൂസിഫറിൽ ആ കാറ് ഫസ്റ്റ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൽ ആ കാറിനൊരു ചെരിവുണ്ട്. നിങ്ങൾ എത്ര പേരത് ഇപ്പം ഇദ്ദേഹം ഉദ്ദേശിച്ചതോ അതന്നെയാണെന്നാണ് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളൊന്ന് ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്നും കൂടി ഒന്ന് ആ ഒരു ഇൻട്രോ സീനോ ആ കാറ് കാണിക്കുന്ന സീനോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ കാറ് വരുമ്പം അത് ലാലേട്ടൻ പോലെ, അതായത് ഇദ്ദേഹം പറഞ്ഞ പോലെ ലാലേട്ടനാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത്. അത് ഒരിക്കലും എനിക്ക് ഉറപ്പാണ് അത് പൃഥ്വിരാജിന് അറിയാതെ സംഭവിച്ചു പോയ കാര്യമോ അല്ലെങ്കിൽ ഇട്ടൊരു ഇതും അല്ല. അത് അദ്ദേഹം മറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എനിക്ക് ഉറപ്പുണ്ട്. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനത് നോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞത് ലൂസിഫറിലെ സീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ കാറ് തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ കാറിനൊരു ചെരിവുണ്ട് ലാലേട്ടൻ്റെ. സോ ജസ്റ്റ് ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തെടുത്ത് പറഞ്ഞെന്നുള്ളൂ. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ടാവും തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ ഒരാളെ ക്യാരക്ടർ റിലീവ് ഇപ്പോൾ സേവിയർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരു പുതിയ ക്യാരക്ടർ റിവീൽ ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.